Hi dears, welcome back to my YouTube channel. ഇന്നൊരു വാൾഡൊക്കെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അതൊന്ന് വീഡിയോക്കകത്ത് കാണുന്നതിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ റിങ്ങിന് ചുറ്റും അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ പ്ലാസ്റ്റിക് കവർ ഫുള്ള് റിങ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പിങ്ക് കളർ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഹാങ് ചെയ്തിരുന്ന ആ പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് കൂട്ടി പിടിച്ചിട്ട് അത് സെൻറ്ററിൽ വരുന്ന രീതിയിൽ പ്ലാസ്റ്റിക് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 2-3 പെറ്റൽസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കൂട്ടി പിടിച്ചിട്ടൊന്ന് നൂല് കൊണ്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നൂല് കൊണ്ട് അടിഭാഗത്തായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒന്ന് വിടർത്തിയെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലവർ ആയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ 2-3 ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റിങ്ങിലോട്ട് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒന്ന് മടക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കോണിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കട്ട് ചെയ്തെടുത്തതൊന്ന് നിവർത്തണം. എന്നിട്ട് അതൊന്ന് ചുരുട്ടി ഒന്ന് എടുക്കണം. പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ ഒന്ന് ചുരുട്ടി എടുക്കണം. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കെട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ലീവ്സ് ആയിട്ട് കിട്ടും. ഇനി ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കൂടെ ഈ ലീവ്സ് എല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലീവ്സ് എല്ലാം ഫ്ലവേഴ്സിൽ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റിങ്ങിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെക്കാനായിട്ട് പ്ലാസ്റ്റിക് കവറിനോട് തന്നെ ഒരു ബോയ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബോയുടെ നടുഭാഗത്തായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ റിങ്ങിലോട്ട് ബോ ഒട്ടിച്ചു കൊടുത്തു. ഇനി കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് തെർമോക്കോൾ ബോൾസ് ഫെവിക്കോൾ വെച്ചിട്ട് റിങ്ങിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ഇടയ്ക്കൂടെ കുറച്ച് ഗോൾഡൻ ബീഡ്സ് പഴയ ഡ്രസ്സിൽ നിന്നും പറിച്ചെടുത്ത് വെച്ചിരുന്നത് ഉണ്ടായിരുന്നു. അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബീഡ്സ് എല്ലാം ഒട്ടിച്ചെടുത്തു. ഇതാണ് നമ്മുടെ വാൾ ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.